ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, 2000 ആണ്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലും പ്രത്യേകിച്ച് വിശ്വാസിയുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ നല്ല നിമിഷങ്ങളാണ് എന്ന് പറയുമ്പോൾ അതൊട്ടും അതിശയോക്തിയില്ല എന്ന് എനിക്ക് നിങ്ങൾക്കും അറിവുള്ളതാണ്. പകരയുദ്ധ ജീവിതത്തിന് 25 വർഷങ്ങൾ പിന്നിടുന്ന എന്നെയും സംബന്ധിച്ചിടത്തോളം 2000 ആണ്ട് ഒത്തിരിയേറെ നല്ല ഓർമ്മകളുടെ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് പാലക്കാടുള്ള കഞ്ചിക്കോട് കുരിശപ്പടി ദേവാലയത്തിൽ വെച്ച് എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു ദൈവാനുഭവം, പരിശുദ്ധ അമ്മയെ നേരിട്ട് അനുഭവിച്ച ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കഞ്ചിക്കോട് എന്ന് കേൾക്കുമ്പോഴേ തന്നെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലേക്ക് വരിക തീർച്ചയായിട്ടും റാണി ജോണിനെ കുറിച്ചായിരിക്കുമല്ലോ. ഈ റാണി ജോണിന് കിട്ടിയ ഒരു സന്ദേശത്തിന്റെ പേരിൽ തന്നെയാണ് എളിയവനായി എന്നെയും അവിടേക്ക് വിളിച്ചത്. അങ്ങനെ കുരിശപ്പടി ഇടവക ദേവാലയത്തില് 2000 ആണ്ട് ഓഗസ്റ്റ് മാസം 14-15 ദിനങ്ങളിലായിട്ട് ഒരു ആരാധന നടത്തണമെന്ന് അമ്മയിൽ നിന്ന് കിട്ടിയ സന്ദേശത്തിന്റെ വെളിച്ചത്തില് അവിടെ ശുശ്രൂഷയ്ക്കായി പോകേണ്ട ഒരു സാഹചര്യം എന്നിലുണ്ടായി. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും തുടർച്ചയായി മണിക്കൂറുകൾ ആരാധന നടത്തിയ ഒരു സംഭവമില്ല. എങ്കിലും ദൈവികമായ ഒരു പ്രേരണയുടെ പേരിൽ ഞാൻ അവിടെ ചെന്ന് ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. വിശുദ്ധ ബലി അർപ്പിച്ച് അൾത്താരയിൽ തന്നെ നിന്നുകൊണ്ട് തുടർച്ചയായിട്ട് മണിക്കൂറുകളായി ആരാധന നടത്തുകയാണ്. എത്രമാത്രം ദൈവാനുഭവത്തിന്റെ ഒരു നിമിഷങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ് വിവരിക്കാൻ സാധിക്കില്ല. അത് ഹൃദയത്തിന്റെ അനുഭവമാണ്, അത് ആത്മാവിന്റെ ഒരു അനുഭവം തന്നെയായിരുന്നു. രാത്രിയുടെ ഈ യാമങ്ങൾ കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. പ്രഭാതം എത്തി, അടുത്ത ബലി അർപ്പിച്ചുകൊണ്ടാണ് ആ ആരാധന സമാപിക്കേണ്ടത്. പിറ്റേ ദിവസത്തെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് വേറൊരു വൈദികനെയായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതികൾ മറ്റൊന്നായി. ഞാൻ തന്നെ വീണ്ടും 2-ാം ദിവസത്തിന്റെ ബലിയും അർപ്പിച്ച് ആ അൾത്താരയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ബലി അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്നോട് റാണിജോടും അവിടെ ഉണ്ടായിരുന്ന സംഘാടകരും ബഹുമാനോട് വിചാരിച്ചനും പറഞ്ഞു, അച്ഛാ, പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഉള്ളു തുറന്ന് പറയുക, എന്റെ പകരൂത്ത് ശുശ്രൂഷ കാലഘട്ടത്തില് നാളതുവരെയും പല പ്രസംഗങ്ങളും പല വേദികളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പ്രബോധനങ്ങളോ അല്ലെങ്കിൽ വചന പ്രഘോഷണമോ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ അവസരത്തില് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ പ്രചോദനത്തിന്റെ വെളിച്ചത്തില് ഞാൻ അമ്മയെ കുറിച്ച് പറയാൻ തുടങ്ങി. എവിടെ നിന്നാണ് എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഹൃദയത്തിലേക്ക് ദൈവം ഇട്ടുതരുന്ന ആത്മീയ ചിന്തകളെ എന്റെ അധരങ്ങളിലൂടെ വന്നപ്പോൾ അവിടെ ഒത്തിരിയേറെ കൃപയുടെ വചസ്സുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷങ്ങളിൽ അത്ഭുതകരം എന്ന് തോന്നട്ടെ, അവിടെ ഇരുന്ന സഹോദരൻ, ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഒരുക്കിക്കൊണ്ടിരുന്ന സഹോദരൻ ആ നിമിഷത്തിൽ എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുകയുണ്ടായി. ശുശ്രൂഷയില് ദൈവാനുഭവത്തോടുകൂടി പരിശുദ്ധ അമ്മ എന്റെ നാവ് ചലിപ്പിച്ചുകൊണ്ട് അമ്മയെ കുറിച്ച് പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു, ഹൃദയം നിറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിച്ച് ആ ബലിപീഠത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സഹോദരന്റെ അടുക്കലേക്ക് ഓടി വന്നു. അച്ഛന്റെ പ്രസംഗ സമയത്ത് പ്രത്യേകമായ ഒരു ദൈവാനുഭവമാണ് ഉണ്ടായത്. അച്ഛൻ ഒത്തിരിയേറെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഒരു ആത്മീയ പ്രചോദനമായിരുന്നു, ആത്മീയ വെളിപ്പെടുത്തലായിരുന്നു. എന്റെയും ഉള്ളില് എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ അറിയാനുള്ള ആഗ്രഹം. ഉടനെ ആ സഹോദരൻ പറച്ച എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അച്ഛന് കേൾക്കണോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് കേൾക്കണം. വേറെ ആഗ്രഹത്തോടെ അതിനേറെ താല്പര്യത്തോടുകൂടെ ഞാൻ ആ പ്രസംഗം കേൾക്കാനായിട്ട് ആ റെക്കോർഡ് ചെയ്ത് കാസറ്റ് റീപ്ലേ ചെയ്യാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കേട്ട വാക്കുകൾ ഓരോന്നും ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ എന്റെ കണ്ണിലൂടെ കണ്ണുനീര് ധാരധാരയായി വീണു. കാരണം ഞാൻ പഠിച്ച ദൈവശാസ്ത്രമോ ഞാൻ ഇതുവരെയും കേട്ട വാക്കുകളോ ആയിരുന്നില്ല എന്റെ അധരങ്ങളിലൂടെ ഈശോ എന്നെ കൂടി പറയിപ്പിച്ചത്. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഞാൻ അന്ന് കേട്ട ആ പ്രസംഗം, ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേട്ടപ്പോൾ അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, എന്റെ ജീവിതത്തിന് പുതിയൊരു ദിശ തന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയെ കുറിച്ച് അന്ന് പ്രസംഗിച്ചു തുടങ്ങിയ ഈ കൊച്ചു ജീവിതം ഈ 25 വർഷക്കാലത്തിനുള്ളിൽ കടന്നു പോകുമ്പോൾ ആ അൾത്താരയിൽ നിന്ന് നൽകിയ ആത്മീയ വെളിപ്പെടുത്തല് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹ
നിമിഷങ്ങളായിട്ട് ഞാൻ കാണുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഒരു കാരണമായി ഈ പരിശുദ്ധ അമ്മ നൽകിയ ഒരു ആത്മീയ പ്രചോദനമായിരുന്നു. ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേട്ട് എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു ആത്മീയ പരിവർത്തനത്തിന്റെയും മാനസാന്തരത്തിന്റെയും നിമിഷങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയുടെ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് നമ്മളെ പുത്രനിലേക്ക് അടുപ്പിക്കുവാനായിട്ട് എത്രമാത്രം സാധിക്കുമെന്ന് ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന വൈദികരുണ്ടെങ്കിൽ, എന്നെ ശ്രമിക്കുന്ന സമർപ്പിതരുണ്ടെങ്കിൽ, എന്നെ ശ്രമിക്കുന്ന അൽമായരുണ്ടെങ്കിൽ ഞാനും നിങ്ങളോട് പറഞ്ഞു തരികയാണ്, ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് മാതാവിന്റെ മാധ്യസ്ഥം ഒന്ന് യാചിക്കുക. ഈ ഒക്ടോബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ അവള് വെളിപ്പെടുത്തി തരും. ഇന്നോളം നീ കാണാത്തതും, ഇന്നോളം നീ കേൾക്കാത്തതും, ഇന്നോളം നീ ഗ്രഹിക്കാത്തതും നിന്റെ ആത്മാവിലേക്ക് പകർന്നു തരാൻ അവൾക്ക് സാധിക്കും. കാരണം അവളാണ് യഥാർത്ഥ ഉപദേശക, അവളാണ് യഥാർത്ഥ മാതൃക. മാതൃത്വത്തിന്റെ നന്മയുള്ള അമ്മ ഒരു കുഞ്ഞിന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു തരാൻ അവൾക്കേ സാധിക്കുകയുള്ളൂ. ഇത് എന്റെ ജീവിതാനുഭവമാണ്. 2000 ആണ്ട് ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രിയുടെ യാമങ്ങളില് വിശുദ്ധ കുർബാന മുമ്പില് ദൈവാരാധനയിൽ പങ്കുചേർന്ന് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളില് അമ്മയെ കുറിച്ച് പ്രസംഗിച്ച പ്രസംഗം ഈ കൊച്ചു വൈദികന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ഒരു അനുഭവം തന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അമ്മയെ കുറിച്ച് കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും ഓരോ ജീവിതത്തിലേക്കും ആത്മീയ മാനസാന്തരത്തിന്റെ കൃപ ആ അമ്മയുടെ മാധ്യസ്ഥം വരുതരും. നമുക്കും ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രകൃതിക്ഷോഭത്തിന്റെ കാലഘട്ടത്തോടെ കടന്നു പോകുമ്പോൾ, ഈ മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ, നാളെയെ കുറിച്ച് ആകുലചിത്തരായി ഇരിക്കുമ്പോൾ നമുക്ക് ധൈര്യസമേതം ഈശോയുടെ അടുക്കിലേക്ക് കടന്നില്ല. കാരണം ആ അമ്മയുണ്ട് കൂടെ നിൽക്കാൻ. ആ അമ്മ നൽകുന്ന വെളിപ്പെടുത്തലുകളും ആ അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടും ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജീവിത വഴികളിൽ ഒരിക്കലും തടസ്സമുണ്ടാവില്ല. ഇതാണ് എന്റെ ജീവിതത്തെ പഠിപ്പിച്ചത്. ഈ ആത്മീയ ബോധ്യങ്ങളാണ് തുറന്നുള്ള എന്റെ ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ വേദികളിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ഉള്ളിലൊരു ചിന്തയുണ്ട്, ആ അമ്മ കൂടെയുണ്ട്. അവൾ നൽകിയ ആത്മീയ ചിന്തകൾ കൂടെയുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഈശോയുടെ വചനം പങ്കുവെക്കാൻ പോയപ്പോൾ ഒത്തിരിയേറെ രാജ്യങ്ങളിലൂടെ ഞാൻ പോയി. അവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ആ അമ്മ കൂടെയുണ്ട്. ആ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ആ അമ്മ നൽകിയ ആത്മീയ ധൈര്യമാണ് 25 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ പൗരോഹിത്യ ജീവിതം ഏറ്റവും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ അമ്മയിലാണ് നമ്മൾ ആശ്രയിക്കുക. ഈ ജപമാല ഏന്തി പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തില് ഈ അമ്മ നമുക്ക് തുണയാവട്ടെ, ആശ്രയമാവട്ടെ. ആ അമ്മയോടൊപ്പം നമുക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ കൊച്ചു ജീവിതത്തിൽ ഈ അമ്മ ഇടപെട്ടുവെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബ അന്തരീക്ഷത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ആ അമ്മ വഴികാട്ടിയാണ്. ആ അമ്മ നിനക്ക് എപ്പോഴും അനുഗ്രഹമായി അഭയസങ്കേതമായി മാറുന്നു. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മ കൂടെ ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എന്തിനാ പേടിക്കുന്നത്? അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറവുമില്ല. അവളുടെ മാധ്യസ്ഥന്റെ ശക്തി ഇന്ന് തിരുസഭ ഒത്തിരി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരുസഭാ മക്കളായ നമുക്കും ആ അമ്മയോടൊപ്പം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയിൽ കുറവുകൾ കൂടാതെയുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അമ്മയാണ് തുണ, അമ്മയാണ് അഭയം, അമ്മയാണ് ആശ്രയം, അമ്മയാണ് അനുഗ്രഹം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മുമ്പിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.